ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയിലോട്ട് നേരെ പോകാം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പണിയാറ ഉണ്ടാക്കി കേട്ടോ. പണിയാറയുടെ റെസിപ്പി ചുമ്മാ ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയേ. തേങ്ങയ്ക്ക് എത്ര വിലയാണെന്ന് പറഞ്ഞാലും ഇല്ലേ, ക്യാരറ്റിലൊക്കെ തേങ്ങ ഇട്ടില്ലെങ്കിലേ പണി പാളും. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി. ഞാൻ നോക്കുന്ന സാമ്പാറിനെ കുറിച്ച് പറഞ്ഞതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വീട്ടിലുള്ളവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിന് സാമ്പാർ തന്നെ മതി. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട വറുത്തിട്ടോ, എന്താ പകുതി എന്ന് ഓർക്കല്ലേ, പകുതി പകുതിയാണ്. കാരണം ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും, ചീത്തയായി പോകൂലേ. ആവശ്യമുള്ളത് മതി. പിന്നെ ഇന്നലെ വെച്ച നല്ല നെത്തലി കറിയുണ്ട്, തേങ്ങ അരച്ച് വെച്ചതാട്ടോ. ഓരോ ദിവസം ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് വേറെ ലെവൽ. പിന്നെ നമുക്ക് പണിയാരം ഉണ്ടാക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പിക്ചർ. തമിഴ്നാട്ടിലാണ് ഈ പണിയാരം കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. സ്വീറ്റ് കാറപ്പണിയാരം ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കാറപ്പണിയാരം. വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ദോശയ്ക്ക് ഇഡ്ഡലിക്കുള്ള മാവുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയോ സബോളയോ എടുത്തിട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് മൂപ്പിച്ച് ചുമന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഉഴുന്ന് പരിപ്പ് കുറച്ചും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊഴിച്ച് മാവിൻ്റെ അകത്തോട്ടിടുക. ഇതിൻ്റെ ഇടയ്ക്ക് വരട്ടെ അച്ഛതാ മീനിൻ്റെ പാത്രം വരട്ടി കൊണ്ടുവന്നേക്കുന്നു. ഇത് തന്നെ പരിപാടി ഇവിടെ. രാവിലെ തൊട്ട് പിള്ളേർക്ക് എടുക്കുമ്പോഴും ഇടുമ്പോഴും തരുമ്പോഴും തൊടുമ്പോഴും ഒക്കെ എൻ്റെ വായിക്കാത്തോട്ട് പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പല്ല് തേച്ചിട്ടില്ല, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ പറയേ, ആനകളൊക്കെ പല്ല് തേച്ചിട്ടാണോ കഴിക്കുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ വായിൽ വെക്കുന്നതല്ല ഞാൻ തിന്നും. അതുകൊണ്ട് എൻ്റെ വയറ് ഞാൻ കടയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിറയും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. പണിയാറെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ഫാമിലിയിലോട്ട് വരുന്നവർ സബ്ബും കൂടെ ചെയ്തേക്കണേ. എന്നാൽ ഞാൻ